ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു എൻസിക്ലോപീഡിയ. സ്ട്രേഞ്ചർ തിങ്സ് സീസൺ 5 വോളിയം 1 അങ്ങനെ ഏകദേശം 3 വർഷത്തെ കാത്തിരിപ്പിന് ഒടുവിൽ സ്ട്രേഞ്ചർ തിങ്സ് ഈസ് ബാക്ക് വിത്ത് സീസൺ 5 ആൻഡ് അവസാന സീസണായ 5th സീസണിലെ ഫസ്റ്റ് വോളിയം 4 എപ്പിസോഡ് ഇറങ്ങുന്ന ഫസ്റ്റ് വോളിയം ഇന്നലെ നെറ്റ്ഫ്ലിക്സിൽ ഇറങ്ങിയിരിക്കുകയാണ്. ആൻഡ് നമ്മളത് ബിഞ്ച് വാച്ച് ചെയ്തു. ആൻഡ് ദിസ് ഈസ് വാട്ട് ഐ ഹാവ് ടു സേ അബൌട്ട് ദ വോളിയം 1 ഓഫ് സ്ട്രേഞ്ചർ തിങ്സ് സീസൺ 5. കിഡിലോസ്കി ബാങ്ങർ എപ്പിസോഡ് സോ ഫാർ. വോളിയം 1ത്തെ 1, 2, 3, 4 എല്ലാ എപ്പിസോഡും ബാങ്ങർ സാധനം. സംഭവം എന്ന് വെച്ചാൽ തന്നെ നമുക്കറിയാലോ, സ്ട്രേഞ്ചർ തിങ്സിൻ്റെ ആ ഒരു സെറ്റപ്പ് നമുക്കറിയാലോ. ആ ഒരു സെറ്റപ്പ് ദ ഗ്രാൻഡസ്റ്റ് സ്കെയിൽ സോ ഫാറിലാണ് ഇത്തവണ പരിപാടികൾ നടക്കുന്നത്. കാരണം 400 കോടിയാണ് ഏകദേശം ഒരു എപ്പിസോഡിന് തന്നെ അവർ ചിലവഴിച്ച ബഡ്ജറ്റ് എന്നാണ് ഇപ്പോൾ നമുക്ക് കേൾക്കാനും അറിയാനും സാധിച്ചത്. സോ അതിൻ്റെ ക്വാളിറ്റി ടെക്നിക്കലി എല്ലായിടത്തും കാണാനുണ്ട്. ലൈറ്റിങ്, വിഷ്വൽസ്, ഫ്രെയിംസ്, VFX, CGI, പിന്നെ ക്യാമറ, എല്ലാ പരിപാടിയും ടോപ്പ് നോച്ച് സിനിമാറ്റിക് ലെവൽ എക്സ്പീരിയൻസ് തരുന്ന സാധനമാണ്. പിന്നെ സൗണ്ട് ഡിസൈനൊക്കെ കിട്ടില്ലനായിട്ടുണ്ട്. അപ്പോൾ അത് കാണാനുണ്ട്. പിന്നെ എത്രയും അധികം ഗ്ലോബലി ഫാൻ ബേസ് ഉള്ള ഒരു ഷോ ആയതുകൊണ്ട് തന്നെ ഹൗ ക്യാൻ ദ നോട്ട് മേക്ക് ദ ഫൈനൽ സീസൺ സോ ഗ്രാൻഡ്. പിന്നെ നമുക്ക് പറയാനുള്ളത് ഇതിൻ്റെ മെയിൻ പരിപാടി, ഇതിൻ്റെ സ്റ്റോറി ടെല്ലിങ്. ഏറ്റവും വലിയ കൺസേൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെറ്റ്ഫ്ലിക്സിൻ്റെ യൂഷ്വൽ പരിപാടി എന്ന് പറഞ്ഞാൽ അവരുടെ എല്ലാ നല്ല ഷോയും എല്ലാ നല്ല ഷോയും അനാവശ്യമായിട്ട് കുറേ സീസണുകൾ വാരി വലിച്ച് കൊണ്ടുപോയി നീട്ടി വലിച്ചിട്ട് ഈശ്വര ഇനി ഇതെങ്ങനെയെങ്കിലും ഒതുക്കണമല്ലോ, അതൊന്നും നിർത്തണമല്ലോ എന്ന രീതിയിൽ അൽക്കൂറ കണക്കിനുള്ള ഒരു എൻഡിങ്ങും കൊടുത്തിട്ട് ഫാൻസിൻ്റെ നിന്നും മറ്റേ നമ്മുടെ വ്യൂവേഴ്സിൻ്റെ ഓഡിയൻസിൻ്റെ കൈമിൽ നിന്നും തെറി വാങ്ങി പോകുന്നൊരു പരിപാടിയാണ് നെറ്റ്ഫ്ലിക്സിൻ്റെ സ്ഥിരം പാറ്റേൺ. ബട്ട് ഇന്ത വാട്ടി പെരുസാ പണ്ണ പോറെ ദേ ആർ എയിമിങ് ഫോർ സംതിങ് ബിഗ്ഗർ. കാരണം ഡഫർ ബ്രദേഴ്സ് ചുമ്മാ വന്നതല്ല. ഇവർക്കൊരു പ്രോപ്പർ പ്ലാൻ ഉണ്ട്. ഈ സീരീസിന് ഒരു പ്രോപ്പർ വിഷൻ ഉണ്ട്. എങ്ങനെ തുടങ്ങണം എന്നറിയാം, എങ്ങനെ കൊണ്ടുപോകണം എന്നറിയാം, എങ്ങനെ ഇത് ഒതുക്കണം എന്നും അറിയാമെന്നുള്ള രീതിയിലാണ് ഡഫർ ബ്രദേഴ്സ് ഇത് കുക്ക് ചെയ്തതെന്ന് നമുക്ക് ഈ 4 എപ്പിസോഡ് കണ്ടാൽ വ്യക്തമായി മനസ്സിലാവും. അല്ലാണ്ട് ഇത് ചുമ്മാ ഒരു സീരീസ് ഉണ്ടാക്കി അത് ഇനി എങ്ങനെ തീർക്കണമല്ലോ എന്നുള്ള രീതി തീർക്കുകയല്ല. വലിയ നെറ്റ്ഫ്ലിക്സിൻ്റെ അല്ലാത്ത ഈവൻ ഗെയിം ഓഫ് ത്രോൺസിന് വരെ കിട്ടിയ അടി അതാണ്. കാരണം എങ്ങനെയെങ്കിലുമൊക്കെ തീർക്കണമെന്നുള്ള രീതിയിൽ ഓരോ കൂറ എൻഡിങ് ചെയ്തിട്ട് തെറി വാങ്ങിക്കൂട്ടുക. പിന്നെ നെറ്റ്ഫ്ലിക്സിന് തന്നെ സെക്സ് എഡ്യൂക്കേഷനൊക്കെ കൂറ എൻഡിങ് ആയിരുന്നു. അപ്പോൾ അതുപോലെ ഒരു പരിപാടിയല്ല ഇവർ പിടിക്കുന്നതെന്ന് ഉറപ്പിക്കുന്ന രീതിയിലാണ് ഇത്തവണത്തെ സ്റ്റോറിയും പരിപാടികളൊക്കെ പോകുന്നത്. കാരണം ഈ ആദ്യത്തെ 4 എപ്പിസോഡിൻ്റെ കഥയും സ്റ്റോറി ഇതൊക്കെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഇവന്മാർ ഇത് പണ്ടേ, അതായത് 2016 സീസൺ 1 ഇറങ്ങിയപ്പോഴേ ഇവന്മാർ ഇതിൻ്റെ എൻഡിങ്ങും ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കണക്ഷനൊക്കെ പ്ലാൻ ചെയ്ത് വെച്ച് പ്രോപ്പറായിട്ട് ഒരു ഐഡിയ വെച്ചിട്ടാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് ഈ 4 എപ്പിസോഡ് കണ്ടപ്പോൾ മനസ്സിലായി. സോ അതിൻ്റെ മെയിൻ റീസൺ തന്നെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു കൺസേണായ ഡ്യൂറേഷനെ ഇവർ എത്രത്തോളം അഡ്വാൻറ്റേജ് എടുത്തിട്ട് നല്ല രീതിയിൽ അത് കാഴ്ചവെച്ചു എന്നാണ്. കാരണം എല്ലാ എപ്പിസോഡും ഒരു സിനിമേൻ്റെ ലെങ്ത്തൊക്കെ ഉള്ളത്, ചിലതിനൊക്കെ 1.5 മണിക്കൂറൊക്കെയാണ്. പിന്നെ ഇതിൻ്റെ ഫൈനൽ എപ്പിസോഡൊക്കെ 2 മണിക്കൂർ 2.5 മണിക്കൂർ ഒക്കെയാണ്. ഒരു പടത്തിൻ്റെയൊക്കെ ഒരു റേഞ്ചിലൊക്കെയാണ് ഡ്യൂറേഷൻ വരുന്നതെന്നൊക്കെ കേട്ടിക്കുന്നത്. ഇപ്പോൾ എല്ലാ എപ്പിസോഡും ഒരു എപ്പിസോഡും 1 മണിക്കൂറിൽ കുറവൊന്നുമില്ല എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഈ 4 എപ്പിസോഡ് ഇറങ്ങിയത്. അപ്പോൾ ആ 4 എപ്പിസോഡിൽ ഇത്രയും ഡ്യൂറേഷൻ സമയം അവർ യൂട്ടിലൈസ് ചെയ്ത രീതി ടു ഗുഡ്, ടു ബ്രില്യൻറ്റ്. കാരണം റൈറ്റിങ്ങിൽ തന്നെ ഉണ്ട് ഈ സെക്കൻഡ് എങ്ങനെ അവർക്കത് യൂട്ടിലൈസ് ചെയ്യാം. എല്ലാ സെക്കൻഡും എല്ലാം അവർ ഈ സ്റ്റോറി ടെല്ലിങ്ങിനെ ഫോക്കസ് ചെയ്ത് അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ള സാധനങ്ങൾ മാത്രം നമുക്ക് ഷോക്കേസ് ചെയ്തുകൊണ്ടാണ് യൂട്ടിലൈസ് ചെയ്തത്. കാരണം ചുമ്മാ വെറുതെ 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലും കാണിച്ച് പോവുമല്ല. ദേ ലിറ്ററലി നോ വാട്ട് ടു ഇംപ്ലാന്റ് വേർ ആൻഡ് ഹൗ. അത് നമുക്ക് കാണാനുണ്ട് സ്റ്റോറി ടെല്ലിങ്ങിൻ്റെ അങ്ങേയറ്റം. കാരണം വെച്ചാൽ ഇത് നമ്മൾ എന്താ പറയുക, ചില നേരത്തൊന്നും വിചാരിക്കാത്ത പോലെ ഉള്ള കുറേ പഴയ സീസണുള്ള കാര്യങ്ങളായിട്ടൊക്കെ ലിങ്ക് ചെയ്യുന്ന പരിപാടികളുണ്ട്. പിന്നെ കുറേ അപ്സൈഡ് ഡൗണിൻ്റെ അകത്തുള്ളതും പുറത്തുള്ളതും ഫ്ലാഷ് ബാക്കുകളൊക്കെ ഇവന്മാർ ഡീറ്റെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് ഇത്രയും ഡ്യൂറേഷൻ അവന്മാർ എടുത്തത്. സോഫാർ ഈ 4 എപ്പിസോഡിലൂടെ അത്രയും ഡ്യൂറേഷൻ അതിനാണ് എടുത്തത്. വ്യക്തമായി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാനും ഒരു വിഷ്വൽ റെപ്രസെൻറ്റേഷൻ കാണിച്ചു തരാനും ആണ് ആ ഒരു ഡ്യൂറേഷൻ അവർ യൂട്ടിലൈസ് ചെയ്തതെന്ന് നമുക്ക് ഈ 4 എപ്പിസോഡ് കണ്ടാൽ മനസ്സിലാവും. സോ അതിന് ഏറ്റവും വലിയൊരു ഹാറ്റ്സ് ഓഫ്. ഏറ്റവും വലിയ ഡ്യൂറേഷൻ ആയിരുന്നു ഏറ്റവും വലിയൊരു കൺസേൺ. അത് ഇത്രയും ബ്രില്യൻ്റ് ആയിട്ടാണ് യൂട്ടിലൈസ് ചെയ്യാമെന്ന് എങ്ങനെ ചെയ്യാമെന്ന് കാണിച്ചു തന്നുകൊണ്ട് ഇനി വരാൻ പോകുന്ന എപ്പിസോഡിൽ എനിക്ക് എത്ര ഒരു 3-4 മണിക്കൂർ വെച്ചാലും ഡ്യൂറേഷൻ ഒരു പേടിയില്ല. ഡഫർ ബ്രദേഴ്സിൻ്റെ കയ്യിൽ അത് സേഫാണ്. അവർക്കറിയാം ഈ എല്ലാ സെക്കൻഡിനും വാല്യൂ ഉണ്ട്, അതിനൊക്കെ എന്താ ചെയ്യേണ്ടത്. കാരണം ഒരു വലിയൊരു വേൾഡാണ്, വലിയൊരു
പാസ്റ്റിലും അതിൻ്റെ മുന്നേ ഒക്കെ നടന്ന കാര്യങ്ങളൊക്കെ കോർത്തിണക്കിയൊരു വലിയൊരു സ്റ്റോറി ഉണ്ട് പറഞ്ഞു തീർക്കാൻ ഇനിയും. അപ്പം അതിന് ഈ ഇത്രയും ഡ്യൂറേഷൻ തീർച്ചയായിട്ടും അനിവാര്യമാണെന്ന് മാറ്റി പറയിപ്പിച്ചു, മാറ്റി ചിന്തിപ്പിച്ചു ഡഫർ ബ്രദേഴ്സ്. സോ അതാണ് ഈ 4ാമത്തെ സീസണിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് അല്ലെങ്കിൽ കയ്യടി വരെ അർഹിക്കുന്നു എന്ന് തോന്നിയ ഒരു കാര്യം. പിന്നെ ഇതിലെ ക്യാരക്ടേഴ്സ് എല്ലാവരും പഴയതും പുതിയത് വന്നവർ വരെ വിത്തിൻ ഫ്യൂ സ്ക്രീൻ ടൈം പെട്ടെന്ന് നമുക്ക് മറന്നു പോകാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ലവബിൾ ക്യാരക്ടേഴ്സായി മാറിയിട്ടുണ്ട്. പഴയ ക്യാരക്ടേഴ്സ് പിന്നെ പറയണ്ട, സ്റ്റീവ് ഹാരിങ്ടൺ ദ ഗോട്ട് ഓഫ് ദ ഷോ, പഴയമാതിരി തന്നെ എല്ലാവരും എടുത്ത് വേണമെങ്കിൽ പറയാം. ബാഡ് ആസ് കൂൾ ആറ്റിറ്റ്യൂഡ് സ്വാഗ് ഉണ്ട്. പിന്നെ ഡസ്റ്റിൻ കുറച്ചുകൂടെ മെച്യൂർ ആയിട്ടുണ്ട്, കുറച്ചുകൂടെ സീരിയസ് ആയിട്ടുണ്ട്, ബട്ട് ഹ്യൂമറും കാര്യങ്ങളും വിട്ടിട്ട് കളിയില്ല. പിന്നെ നമ്മുടെ ലൂക്കാസ് ആസ് യൂഷ്വൽ കറേജസ്, ബോൾഡ്, അറ്റ് ദ സെയിം ടൈം ഫണ്ണി. പിന്നെ നമ്മുടെ മൈക്കിനൊക്കെ ഒരു വേറെ ലെവൽ ഗ്ലോ അപ്പാണ് ഈ സീസണിൽ കിട്ടിയത്. ഒരു പടുവാഴ നായകൻ എന്നുള്ള രീതിയിൽ നിന്ന് കുറച്ചുകൂടെ മച്യൂർ ആൻഡ് കുറച്ചുകൂടെ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ളൊരു മേക്ക് ഓവറാണ് മൈക്കിന് കിട്ടിയത്. പിന്നെ നമ്മുടെ ജിം ഹോപ്പർ ആസ് യൂഷ്വൽ ബാഡ് ആസ് ഡാഡി. പിന്നെ ജോയ്സ് ആസ് യൂഷ്വൽ എ കെയറിങ് ആൻഡ് മദർ ഹു ഓൾവേസ് കോൺട്രിബ്യൂട്ടഡ് ടു ദിസ് സ്റ്റോറി ആൻഡ് ദിസ് അഡ്വഞ്ചർ. പിന്നെ നമ്മുടെ ജൊനാഥനും നാൻസിയും അവരുടെയും കോൺട്രിബ്യൂഷൻ പഴയ പോലെ തന്നെ ഉണ്ട് ഇതിൻ്റെ എല്ലാ ഇവൻസിലും. പിന്നെ നമ്മുടെ താരങ്ങളുടെ താരമായ വിൽ ബയേഴ്സ്, ചെക്കൻ തൂക്കി വിട്ടിട്ടുണ്ട്. ചെക്കനാണ് മെയിൻ എന്നുള്ള രീതിയിൽ ഈ സീസൺ വിൽ ബയേഴ്സ് തൂക്കി, വില്യം ബയേഴ്സ് അത് തൂക്കി അടിച്ചിട്ടുണ്ട്. മെയിൻ പോസിറ്റീവ് ആൻഡ് ഹൈലൈറ്റ് ഓഫ് ദ സീസൺ വില്യം ബയേഴ്സ്. ഈ സ്റ്റോറി ഫസ്റ്റ് സീസൺ എല്ലാത്തിനും തുടക്കം തന്നെ ഈ വില്ലിനെ മിസ്സിങ് ആവുന്നതാണ്. അത് റിവോൾവ് ചെയ്തിട്ടാണ് എല്ലാ സീസണിലും ഒരു സെൻട്രലായിട്ട് 11 കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോക്കസ് പോകുന്നത് വില്ലിനെയാണ്. വില്ലിനെ ഈ അപ്സൈഡ് ഡൗണിനുള്ളിൽ പോയിട്ട് ഈ വെക്നേൻ്റെ ഇത് പ്രൊസസ്സ് ചെയ്ത് റിവോൾവ് ചെയ്തിട്ടാണ് എൻ്റയർ സ്റ്റോറി നടക്കുന്നത്. വില്ലില്ലെങ്കിൽ കഥ തീരെ മുന്നോട്ട് പോകുന്നില്ല. സോ കീ ക്യാരക്ടർ ആണ് നമുക്ക് ഓൾറെഡി അറിയാം. അപ്പോൾ ഇത് എത്രത്തോളം കീ ക്യാരക്ടറാണ്, എത്രത്തോളം മെയിൻ ക്യാരക്ടറാണെന്ന് അടിവരയിട്ട് തെളിയിക്കുന്ന, ഇത് ചുമ്മാ വന്ന് ഒരു ക്രൈ ബേബിയായി പിന്നീട് ഗേ ആയി എസ്റ്റാബ്ലിഷ് ചെയ്ത് പോകാൻ വന്ന മോനല്ല, ഇവൻ തൂക്കും, ഇവനാണ് മെയിൻ എന്നുള്ള രീതിയിൽ രോമാഞ്ചം തരുന്ന രീതി കാണിച്ചു തന്ന ഒരു സീസണാണ്. സോ വില്ലാണ് മെയിൻ. സോ വില്ല് പറയേ വേണ്ട, വില്ല് ദ ബെസ്റ്റ് തിങ് സോ ഫാർ ഇൻ ദ സീസൺ. പിന്നെ നമ്മുടെ കഥാനായികയായ 11 മില്ലി ബോബി ബ്രൗൺ, അതാണ് ഏക ഡിസപ്പോയിൻമെൻറ്റ് ഈ സീസണിൽ തോന്നിയത്. കാരണം മില്ലി ബോബി ബ്രൗൺ എന്തോ നമ്മുടെ അശ്വന്ത് ഗോക്കിൻ്റെ ഭാഷയെ പറയാം, വയ്യ അവാർഡ് എടുത്ത് കൊടുക്കണം. പുള്ളിക്കാരത്തി ഹാസ് ഗ്രോൺ എ ലോട്ട് ഇൻ ദിസ് ഷോർട്ട് പീരീഡ്. കാരണം കഴിഞ്ഞ സീസണിൽ കണ്ടതും അതിന് മുന്നത്തെ സീസണിൽ കണ്ട ചെറിയൊരു പേഴ്സണാലിറ്റിയിൽ നിന്ന് ഹെർ ഹോൾ ബോഡി ഈസ് നൗ ടേൺ ടു എ വുമൺ. ഒരു കുട്ടിത്തം നമുക്ക് തീരെ കാണാൻ സാധിക്കില്ല. കാരണം ഷീസ് ഓൾറെഡി മാരീഡ് ആൻഡ് ഹാവ് എ കിഡ്, അഡോപ്റ്റഡ് ആണെങ്കിൽ പോലും. ആൻഡ് അതുകൊണ്ട് തന്നെയാണെന്ന് അറിയില്ല, ഈ ആക്ഷൻ സീൻസും ഈ ഓടുന്ന സീനൊക്കെ വരുമ്പോൾ നമുക്ക് കണ്ടാൽ മനസ്സിലായി ഇവർക്ക് എന്ത് പറ്റി, ഇവർക്ക് വയ്യേന്ന്. ഓടുന്നൊക്കെ കണ്ടാൽ ഇത് ഓടുന്നതാണോ എന്ന് തോന്നും. തീരെ ഒരു ഉഷാറില്ലാത്ത രീതിയിൽ, ഒരു കഞ്ഞി പിടിക്കാത്ത രീതിയിലാണ് ആ ഒരു 11 ക്യാരക്ടറിൻ്റെ ഒരു ഫിസിക്കൽ ആട്രിബ്യൂട്ട് കാണാൻ സാധിച്ചത്. ബാക്കിയൊക്കെ ആക്ടിങ് ഒക്കെ ആസ് യൂഷ്വൽ ഫുൾ നൈസായി ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്തോ 11 വയ്യ. അത് മില്ലി ബോബി ബ്രൗണിന് നടുക്കി വന്ന ഒരു ഇതിൻ്റെ ചേഞ്ചിൻ്റെ ഭാഗമായിട്ടാണ്. വരുന്ന എപ്പിസോഡിലൊക്കെ ശരിയാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ സൈഡ് ക്യാരക്ടേഴ്സ്, പുതിയ ക്യാരക്ടേഴ്സും പതിരെ ക്യാരക്ടേഴ്സും ഒന്നുമില്ല. എല്ലാവരും വിത്തിൻ ഫ്യൂ സ്പാൻ 2 ഡയലോഗ് പറഞ്ഞിട്ട് പോയിട്ടാണ് എന്തെങ്കിലും ചെയ്ത് കാണിച്ചിട്ടാണെങ്കിൽ പോലും അപ്പം തന്നെ ലൈക്കാവും. അതിലെടുത്ത് പറയണം റോബിൻ. ഐ ജസ്റ്റ് ലവ് ഹർ ഇൻ ദിസ് സീസൺ. അല്ലെങ്കിൽ എനിക്കിഷ്ടമാണ് മായ ഹോക്കിൻ്റെ റോബിൻ. ഈ സീസണിൽ പുള്ളിക്കാരി അന്യായാണ്. ലുക്ക് വൈസ് ആയാലും തോരാണ്ട് ഓരോന്ന് പറഞ്ഞാൽ പോലും അത്രയും അധികം ഒരു നമുക്ക് ലൈക്കബിൾ ആവുന്ന രീതിയിലാണ് റോബിനെ പ്രസൻറ്റ് ചെയ്തത്. അതുപോലെ തന്നെ നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട് ഈ സ്റ്റോറിയിലും, കോൺട്രിബ്യൂഷനൊക്കെ ഉണ്ട്. പിന്നെ റോബിൻ്റെയും വില്ലിൻ്റെയും കുറേ അധികം കോംബോ സീൻസ് നമുക്ക് ഈ സീസണിൽ കാണാൻ പറ്റുന്നുണ്ട്. അവരുടെ കോംബോ ഞാൻ വിചാരിച്ചില്ല ഇത്രയും കിടിലനായിരിക്കുന്നത്. അതും കീ ആയിട്ടുള്ളൊരു കോംബോ സീൻസാണ് അവരുടെ. സോ അതും കിടിലൻ. പിന്നെ മൈക്കിൻ്റെയും വില്ലിൻ്റെയും കുറച്ച് കോംബോ സീൻസ് വരുന്നുണ്ട്, അതും കിടിലൻ എന്ന് പറഞ്ഞൊരു കീ ആസ്പെക്റ്റാണ് ഈ സ്റ്റോറിയുണ്ട്. സോ കിടിലൻ. എല്ലാം ഇവന്മാർ സ്റ്റോറി എഴുതി വെച്ചിട്ടുണ്ട്. ക്യാരക്ടേഴ്സിനെയും സ്റ്റോറി ടെല്ലിങ് എല്ലാം പെർഫെക്റ്റായി പ്ലാൻ ചെയ്തുകൊണ്ട് തന്നെയാണ് നമുക്ക് പെട്ടെന്ന് തന്നെ അത് ഭയങ്കര ലൈക്കാവും. പിന്നെ നമ്മുടെ വില്ലിൻ്റെ ഒരു പെങ്ങളുണ്ട്, ഹോളി എന്ന് പറഞ്ഞിട്ടുള്ളത്. മൈക്കിൻ്റെ ഹോളി വീലർ. അമ്മോ, അതിനൊക്കെ നമ്മൾ എത്രയോ കുട്ടിയായിട്ടാണ് കണ്ടത്. ഇതിൽ കുറച്ചും കൂടെ വലുതായിട്ടുണ്ട്. ആ ഒരു കുട്ടിക്ക് വരെ വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട് ഈ സ്റ്റോറിയിൽ ഇത്തവണ. ഷീ ഈസ് ജസ്റ്റ് വൺ ഓഫ് ദ മെയിൻ ലീഡ് എന്നുള്ള രീതിയിലേക്കാണ് കുട്ടീനെ മാറ്റിയിരിക്കുന്നത്.
അവളില്ലാണ്ട് ഈ കഥ മുന്നോട്ട് പോകുന്നില്ല. ഇത്തവണ വൺ ഓഫ് ദ മെയിനാണ്. ആൻഡ് ഷീസ് സോ ഗുഡ് മാൻ. ഷീസ് ആകെ 10, 14, 12 വയസ്സൊക്കെ ഉണ്ടാവും. പക്ഷേ ഷീസ് വെരി ഗുഡ്. ആക്ടിങ് ആയാലും കാണാനായാലും ഞാനൊരു സിമ്പായിട്ട് പറയും, സിമ്പിങ് അല്ല ഇത്. ഷീസ് വെരി ഗുഡ് മാൻ. ഐ ലൈക്ക് ദാറ്റ്. പിന്നെ നമുക്ക് ഇതിൽ അല്ലാണ്ട് കുറേ ചെറിയ ഇവളുടെ സ്കൂളിൽ തന്നെ പഠിക്കുന്ന കുറേ ഹോക്കിങ്സിലെ കുട്ടികളെയും മെയിൻ ആക്കിയിട്ടുണ്ട്. അവരും കുറച്ച് നേരം ഉള്ളെങ്കിലും അവരെയും പൊളിച്ചിട്ടുണ്ട്. എസ്പെഷ്യലി ഡെറക് എന്ന് പറഞ്ഞ ഒരു ചെക്കനുണ്ട്, ഒരു തടിച്ച ഒരു ചെക്കനുണ്ട്. ഓ മാൻ, എന്തേലും ഡിപ്ഷിറ്റ് ഡെറക്ക്. ചെക്കൻ വേറെ ലെവലാണ്. നമ്മുടെ സിയോണല്ല, നമ്മുടെ ജോഫ്രീനൊക്കെ പോലെ ഒരു വെറുപ്പിക്കൽ ചെക്കനായിട്ടാണ് വന്നെങ്കിലും പിന്നീട് ഹ്യൂമറൊക്കെ നമുക്ക് ഇഷ്ടപ്പെടും. അങ്ങനെ സൈഡ് ക്യാരക്ടേഴ്സും പുതിയതും പഴയതും എല്ലാവരും പെട്ടെന്ന് തന്നെ നമുക്ക് ലൈക്കബിൾ ആവും. അത്രയും അങ്ങനെ നല്ല രീതിയിലാണ് ഡഫർ ബ്രദേഴ്സ് റൈറ്റിങ്ങിൽ എസ്റ്റാബ്ലിഷ് ചെയ്തത്. സോ ആ ഒരു ഇതും ഈ ഒരു വേൾഡ് ബിൽഡിങ്ങും മിസ്റ്ററീസും ഹെവി മേക്കിങ്ങും എല്ലാം കൂടെ നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്തുകൊണ്ട് 4-5 ഹവർ പോയതേ അറിഞ്ഞില്ല. സോ അതുകൊണ്ട് ഒരു ടോട്ടൽ പാക്കേജ് ഓഫ് എപ്പിക് സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആൻഡ് സ്റ്റോറി ടെല്ലിംഗ് ആണ് സോ ഫാർ സ്ട്രേഞ്ചർ തിങ്സിൻ്റെ സീസൺ 5 നിന്ന് ലഭിച്ചത്. ആൻഡ് ഐ ആം സോ ഗ്ലാഡ് ദാറ്റ് ഒരു കോംപ്രമൈസ് ഒരു രീതിയിലും ചെയ്തില്ല, ഡിസപ്പോയിൻമെൻറ്റും ചെയ്തില്ല. 3 വർഷത്തെ കാത്തിരിപ്പിന് വളരെ എക്സീഡ് ചെയ്യുന്ന രീതിയിലുള്ളൊരു റിസൾട്ടാണ് കിട്ടിക്കൊണ്ട് പോകുന്നത് എന്നുള്ളൊരു രീതിയിലാണ് നിലവിലൊരു വോളിയം 1 അവസാനിപ്പിച്ചത്. ആൻഡ് 4th എപ്പിസോഡ് പീക്ക് ആബ്സലൂട്ട് സിനിമയാണ് ആ ലാസ്റ്റ് 10 മിനിറ്റ്സ്. നിങ്ങൾക്ക് തന്നെ ചിലപ്പോൾ പറഞ്ഞു, വില്ലിൻ്റെ ഒരു സീൻ വരുന്നുണ്ട്, ഒരു ട്രാൻസ്ഫോർമേഷൻ സീൻ. അമ്മു ഫ്രം ക്രൈ ബേബി ടു ലേറ്റർ ഗേ ടു മെയിൻ ക്യാരക്ടർ എന്നുള്ള രീതിയിൽ ചെക്കൻ അഴിഞ്ഞാടി. ആക്ടിങ് നോവാ ഷ്നാപ്പിൻ്റെ അന്യായമാണ്. ചെറുപ്പം തൊട്ടേ വില്ലായിട്ട് ഇവൻ വേറെ ലെവൽ രീതിയിലാണ് അഭിനയിച്ച് വരുന്നത്. ഇപ്പോൾ കുറച്ചുകൂടെ ബാഡാസ് രീതിയിലേക്ക് ഇവർ എൻഡ് ചെയ്തിട്ടുണ്ട് ക്യാരക്ടർ ആർക്ക്. എന്തെല്ലാം ക്ലിപ്പ് ഹാങ്ങറിൽ നിർത്തിയിട്ടുണ്ട് 4th എപ്പിസോഡിൻ്റെ. അമ്മു പീക്ക് അൾട്ടിമേറ്റ് രോമാഞ്ചം. അതായത് ഇനി സ്ട്രേഞ്ചർ തിങ്സ് അത് രോമാഞ്ചം കിട്ടാണ്ട് നിൽക്കത്തില്ല. അത് എത്ര പ്രഡിക്റ്റബിൾ ആണെന്ന് നിങ്ങൾ ഈവൻ എനിക്കും തോന്നി ചെക്കൻ ഇനി എങ്ങാനും മെയിൻ ലീഡ് ആവുമോ എന്നുള്ള രീതിയിലാണ് ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടും ആ സീൻ വന്നിട്ടും രോമാഞ്ചത്തിനൊരു കുറവുമില്ല. ദാറ്റ് ഈസ് ദ പവർ ഓഫ് ഹൗ ദാറ്റ് സീൻ ഹാസ് ബീൻ എക്സിക്യൂട്ടഡ്. പിന്നെ വെക്ന വേറെ ലെവൽ VFX ഒക്കെ ആണെങ്കിലും നന്നായിട്ടുണ്ട്. ഇത് അൾട്രോണും ഗ്രൂട്ടും മറ്റേ ട്രാൻസ്ഫോമേഴ്സിലെ മെഗാട്രോണൊക്കെ കൂടി ഒരു അമാൽഗമേഷൻ ആയ എങ്ങനെ ഉണ്ടാവും, അങ്ങനെയാണ് ഇപ്പോൾ പുതിയ വെക്നേൻ്റെ ലുക്ക്. അധികമൊന്നും വെക്നേനെ നമുക്ക് കാണാൻ സാധിച്ചില്ല. അത് കുറച്ച് നേരം ഉള്ളൂ, കുറച്ച് ബ്രൂട്ടലായിട്ട് പരിപാടികൾ ചെയ്ത് പോയിട്ടുണ്ട്. സോ വരുന്ന എപ്പിസോഡുകളിൽ വെക്നേൻ്റെ അഴിഞ്ഞാട്ടം പ്രതീക്ഷിക്കുന്നു. ആൻഡ് ഐ എം സോ എക്സൈറ്റഡ് ടു സീ ദാറ്റ്. പ്ലസ് വെക്ന മാത്രമല്ല, വെക്നയുടെ ഒറിജിനൽ ഫോം ആയിട്ടുള്ള ഹെൻറീനെയും ഇതിൽ കുറേ കാണിച്ചിട്ടുണ്ട്. ഹെൻറിക്കും അത്യാവശ്യം നല്ല ഫ്ലാഷ് ബാക്കും അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. എല്ലാത്തിനും ഇമ്പോർട്ടൻസ് ഉണ്ട്. ചെറുതെന്ന് വിചാരിച്ച പല കാര്യങ്ങളും ഇതിനു മുന്നേ എന്തിനാണെന്ന് നമ്മൾ വിചാരിച്ച പഴയ സീസണിലെ കാര്യങ്ങൾ പോലും മേക്സ് സെൻസ് കറൻ്റ്ലി എന്നുള്ള രീതിയിൽ നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒരു സീസൺ ആയിട്ടാണ് നിലവിൽ സീസൺ 5 മാറിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ബാക്കി വരുന്ന എപ്പിസോഡുകളും പോട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ റിവ്യൂ നിർത്തുന്നു. സോ ഫാർ വെരി ഗുഡ് ഇംപ്രഷൻ, വെരി ഗുഡ് ഫസ്റ്റ് വോളിയം ആൻഡ് കിഡിലൻ സാധനമാണ്. നിങ്ങൾ മിസ്സാക്കാതെ സ്പോയിലറൊന്നും കിട്ടാണ്ട് തന്നെ പോയി കാണുക, വേറെ ലെവൽ. സോ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ ഇതിനെ പറ്റിയിട്ട് കമൻറ്റ് ചെയ്യുക. പ്ലസ് ഒരേ സമയം തന്നെ നമ്മുടെ അപ്സൈഡ് ഡൗണിലെ അപ്പം നമ്മുടെ റിയൽ വേൾഡിലെയും കാര്യങ്ങളൊക്കെ അവർ കാണിച്ച രീതിയും അതിനൊക്കെയാണ് ഇവർ ഇത്രയും ഡ്യൂറേഷൻ എടുത്തത്. അപ്പോൾ അതൊക്കെ റിയലി നന്നായിട്ടുണ്ട്. പിന്നെ നമ്മുടെ മാക്സ് റിട്ടേൺ ചെയ്യുന്നുണ്ട്. മാക്സും വൺ ഓഫ് ദ കീ ക്യാരക്ടർ അല്ലെങ്കിൽ കീ റോളാണ് ഈ സ്റ്റോറിയിൽ എന്നുള്ള രീതിയിൽ ആണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. പിന്നെ നമ്മുടെ മാർക്കോ സിനിമ ഉണ്ടല്ലോ മലയാളം, അതുപോലെ ഒരു ഹോം ഇൻവേഷൻ സീനൊക്കെ ഞാൻ അൺഎക്സ്പെക്റ്റഡ് ആണ്. ടോട്ടലി ഇതൊരു R-rated ഇതിലേക്ക് മാറിയിട്ടുണ്ട്. കാരണം ഒരു ചെറിയ ഹിൻ്റാണ് നമുക്ക് ബ്രൂട്ടാലിറ്റീൻ്റെയൊക്കെ ഈ 4 എപ്പിസോഡ് കിട്ടിയത്. ഇതിലും വലിയ വൈൽഡ് ചോരം ബ്ലഡ് ബാത്തൊക്കെ ഇനി വരാൻ പോകുന്നുള്ള ഹിൻ്റ് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ എസ്പെഷ്യലി വൺ ഓഫ് ദ മെയിൻ സാധനം എന്ന് പറഞ്ഞാൽ നമ്മുടെ എപ്പിസോഡ് 4ൻ്റെ എൻഡും അതുപോലെ തന്നെ ഈ എപ്പിസോഡ് 2 നമ്മുടെ വില്ലല്ല മൈക്കിൻ്റെ വീട്ടിലൊരു മാർക്കോ സിനിമയിൽ മറ്റേ സൈറസ് കയറി വരുന്ന പോലെ ഒരു സീനൊക്കെ ഉണ്ട്. അതൊക്കെ ദേ ആർ റിയലി ഗോയിങ് ടു മേക്ക് ദിസ് വേറെ ലെവൽ മാൻ. പിന്നൊന്നും പറയാനില്ല, അത്രേ ഉള്ളൂ, കിടിലനായിട്ടുണ്ട്. സോ ഐ എം സോ എക്സൈറ്റഡ് ഫോർ ദ നെക്സ്റ്റ് പാർട്സ് ആൻഡ് യെസ്, ദിസ് ഈസ് വാട്ട് വി ഡിസേർവ് ഫോർ അവർ ഹൈപ്പ്. ആൻഡ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ ഷുവറായി കമൻറ്റ് ചെയ്യുക. സോ വി വിൽ സി യു ഇൻ അനദർ റിവ്യൂ. ആൻഡ് അടുത്ത ഇതിൻ്റെ പാർട്ട് വരാൻ പോകുന്നത് വോളിയം 2 ക്രിസ്മസിനും പിന്നെ ഫൈനൽ എപ്പിസോഡായിട്ട് വോളിയം 3 ന്യൂ ഇയറിൻ്റെ ഈവിനുമാണ് വരുന്നത്. സോ എക്സൈറ്റഡ് ഫോർ ദാറ്റ്. ആൻഡ് until next video, it's me John Flick signing from Encyclopedia.